Ara
ഇവിടെ നിറപറനിപ്പാതുകം വാഴുക. ആദിയിൽ നിന്നെടുത്ത യാത നല്ലക്ഷരം വാഴുക. സ്ത്രീ എന്ന എന്റെ മാതാവും വാഴുക. മാതാവിൽ പിതാവും വാഴുക. ചേട്ടൻ ചേട്ടന്മാരുവന്മാരെ മൂവീട് 21 ശ്രീ ഗുരുവേ ഗുരുക്കന്മാരും വാഴി. മൂന്നിലെ ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും വാഴുക. 4 നാലകൈക്കൊല്ല പർവ്വതം വാഴുക. 5 അണിയുടെ പഞ്ചമാപരി ഭൂതികൾ 5 വാഴുക. 6 കലശം വാഴുക. 7 അക്ഷരം വാഴുക. 8 അഷ്ടദിക്ക് പാലകരും വാഴുക. 9 ശക്തി വാഴുക. 10 ഗണപതി വാഴുക. 11 രുദ്രനും വാഴുക. 12 12 കതിരാദിത്യന്മാർ വാഴുക. നാടുകളിലെ കടലെടുത്ത ദേശം വാഴുക. നാട്ടിൽ തെളിഞ്ഞ നാടും വാഴുക. വീട്ടിലോ തെളിഞ്ഞുള്ളൊരു വീടും വാഴുക. നാട്ടിൽ തെളിഞ്ഞ നാട് വേളവത്ത് നാട് വാഴുക. ദേശത്തിങ്കൽ നൽകിയ ദേശം പറപ്പു കരകരയും കരപ്രദേശങ്ങളും വാഴുക. തട്ടകത്തമ്മ ഭഗവതി കുറുമ്പ കുറുമാരി കാവിലമ്മ ഭഗവതിയും വാഴുക. ഇവരുടെ മതിൽ പടിയാല പടിയടച്ചു കുടികൊള്ളുന്ന 4 വീട്ടിൽ തെളിഞ്ഞ മുന്നം മുതലിയ താനില്ലം തറവാട്. പേരും പെരുമയുള്ള തറവാട്. കരവട്ട് പാടുന്ന തനിയുടെ താനില്ലം തറവാട് വാഴ. തറവാട്ടിലായിരിക്കുന്നല്ലോ പണ്ടേയുള്ള കാരണവന്മാര്. പൊൻകൊടുക്കുന്നു പൊഴുതുകൊള്ളുന്നു പണം കൊടുത്ത്. വാട്ടത്തോട്ട പറമ്പുകളൊക്കെ വാങ്ങിച്ചു. ഇരവാടകൊടുകളൊക്കെ വെച്ചും നട്ടും പരിപാലിച്ചും കാലം ചില വർഷങ്ങളൊക്കെ കടന്നു പോകുന്ന കാലത്തിങ്കിൽ 4 കാരണവന്മാർ തമ്മിൽ പറഞ്ഞു, നമ്മുടെ തറവാട്ടിങ്ങൾ അച്ഛൻ മുതുമുത്തച്ഛന്മാരായിട്ട് കുറഞ്ഞു നേർച്ച വഴിപാടുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കുറഞ്ഞൊരു അർത്ഥം പൊന്നും മുതലുകളൊക്കെ നിധി നേടി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ മണ്ണോട് മരത്തടി പോലെ കെട്ടുന്ന ശിച്ച് മൂലാണപ്പെട്ടു പോകാറായല്ലോ എന്നതിനാൽ ദുഃഖം അവനാദ്യം മുറവിളി കൂട്ടുമ്പോൾ അക്കാലത്തിങ്കൽ യോഗ്യ പുരുഷൻ തിരുവടിയാൾ നല്ല അച്ഛനായിരിക്കുന്നല്ലോ. വേദം തന്നെ ശ്രീയോരംഭ കന്യാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ എന്റെ കന്യാവെ, കേട്ടില്ല എറിഞ്ഞില്ലേ? നമ്മളുടെ തറവാട്ടികൾ അച്ഛൻ മുതുമുത്തച്ഛന്മാരായിട്ട് കുറഞ്ഞൊരു നേർച്ച വഴിപാടുകളും നിധിനേതികളൊക്കെ നേടി വെച്ചിട്ടുണ്ട് എന്റെ മാതാവേ. അത് ഇപ്പോൾ മണ്ണോട് മരത്തടി പോലെ കെട്ട് നശിച്ചു മൂലാണ്ടപ്പെട്ടു പോകുമല്ലോ. നമ്മളുടെ താലികെട്ട് മംഗല്യം 3 കഴിഞ്ഞിട്ട് ഇന്നലെയല്ല രാവോട് പകലും പല രാത്രികളൊക്കെ കഴിഞ്ഞു പോയല്ലോ. വർഷങ്ങളേറെ കുറെ തന്നെ കഴിഞ്ഞു പോയിട്ടും തന്നെയാവേ നിങ്ങളൊന്നും പറ്റില്ലല്ലോ, പ്രസവിച്ചില്ലല്ലോ. മക്കളുടെ വിധിവലയോഗം നമ്മൾക്കുണ്ടായിട്ടില്ല എന്റെ മാതാവേ. ആര് ചെയ്ത പാപം ദുരിതദോഷം കൊണ്ടാണ് നമ്മൾക്കായിരിക്കുന്നല്ലോ സന്തതികളില്ലാതെ പോയത് എന്നതിനാൽ ദുഃഖം അവൻ ആദ്യം മുറവിളി കൂട്ടുന്ന നേരം. കേൾക്കുന്ന കാലത്ത് യോഗ്യ പുരുഷൻ നല്ല ശ്രീയോലംബ കന്യാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ കന്യാവിനിയായിരിക്കുന്നല്ലോ, 441 ശുദ്ധവചനങ്ങളൊക്കെ അറിയിക്കണം എന്നതിനെ പറയുമ്പോൾ ശ്രീയോലംബ കന്യാവായിരിക്കുന്നല്ലോ.
കല്ല് കണ്ട സ്ഥാനത്തു അടിച്ചു തെളിച്ചു മെയ്യടിമ പൊയ്യടിമ ശുദ്ധവചനങ്ങളൊക്കെ കൈകൊള്ളുന്നല്ലോ. അന്നേരത്തിങ്കൽ തട്ടകത്തമ്മക്ക് പള്ളിമാല് പാടകമണിച്ചിലമ്പ് ചുവന്ന കൂറ നേർന്നൊടിഞ്ഞു വെച്ചു. ത്രിപ്രയാദേവനായിരിക്കുന്നല്ലോ. മുൻവിളക്കും പിൻവിളക്കും കൊടുക്കുന്നു ഹനുമാൻ സ്വാമിക്ക്. വെറ്റിരമാലയും കൊടുത്ത് അന്നേരത്തിങ്കൽ കന്യാവായിരിക്കുന്നല്ലോ. കരവിട്ട് വാടുന്ന താനില്ല തറവാട്ടിങ്കൽ 441 ശുദ്ധവചനങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു. അങ്ങനെ എണ്ണി എണ്ണി ദിവസങ്ങളേറെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു വ്യാഴാഴ്ച പ്രമാണം പൂണ്ട് വെള്ളിയാഴ്ച വെള്ളോദയം കൊള്ളുന്ന കാലത്ത് കന്യാവായിരിക്കുന്നല്ലോ. മുറ്റമടിക്കുന്ന മുടിച്ചൂലുമെടുത്തു മുറ്റമൂന്നുവരിടിച്ചു നിലവിനെ നിൽക്കുമ്പോൾ കന്യാവിന്റെ കോടിയാണത്തരക്കിൽ 3 തുള്ളി വെള്ളോദനം കാണുമ്പോൾ കന്യാവിനായിരിക്കുന്നല്ലോ. തീജകങ്ങളൊക്കെ തോന്നുന്ന കാലത്ത് അന്നേരത്തിങ്കൽ കന്യാവായിരിക്കുന്നു. അകത്തില്ല മതശാലയിലോടി കറകൊണ്ടു ഉപ്പോടുണക്കല്ലൊരു വെള്ളത്തിനെ ജനതാമദേശിനെ ഭക്ഷിക്കുന്നല്ലോ. ഉപ്പ് ചെന്നൂറിലാകുന്ന കരുമുറ്റുന്നു. വെള്ളം കുമിളയായി പറക്കുന്നു. ആ കരുവാകുന്നല്ലോ. ആ തുളിവാകുന്നു. അമ്മികുമ്മി വേദോടുവടി രൂപങ്ങളൊക്കെ തോന്നുമ്പോൾ കന്യാവിനായിരിക്കുന്ന 1 മാസത്ത് ഗർഭമുണ്ടോ ഇല്ലയോ എന്നുള്ള ഇടവഴക്കം പരിവഴക്കം സംശയങ്ങളൊക്കെ തോന്നുന്ന കാലം. മാസവും കഴിഞ്ഞു 2 മാസത്തിങ്കൽ ഈർക്കരിവേ കരിമുറ്റി 3 മാസത്തിങ്കൽ മുതുകുരുണ്ട പോലെ കണ്ട് കറകരെ കറുത്തു. 4 മാസത്തിങ്കൽ നല്ല നാക്കിലെ പോലെ അടിവയറൊന്ന് പരന്ന് കാണുന്നുണ്ട്. 5 മാസത്തിങ്കൽ പഞ്ചമാഭൂതികൾ 5 തെളിഞ്ഞ് 6 മാസത്തിങ്കൽ 6 പൈതങ്ങളാ എഴുതിരിഞ്ഞ് 7 മാസത്തിങ്കല് 7 പിള്ള അങ്ങോട്ടിങ്ങോട്ട് പാടിളകി. 8 മാസത്തിങ്കൽ ചുട്ട് മലക്കണ്ണിലൊപ്പം പാച്ചുരത്തുന്ന 9 മാസത്തിങ്കൽ കന്യാവിന് ചില വേണ്ട മരുന്നായങ്ങളൊക്കെ തോന്നി തുടങ്ങും നേരത്ത് ആ കന്യാവായിരിക്കുന്നല്ലോ. വാടിത്തളർന്ന മുല്ലപ്പൂ പോലെ കായം കുതിഞ്ഞ പച്ചില പോലെ ചവിട്ടി തളർന്ന വൈക്കോഴ പോലെ അരയിണ്ണത്തിന് അമ്പേറ്റതുപോലെ അവളായിരിക്കുന്നല്ലോ. ഇരുന്നോടത്ത് കിടന്നോടത്ത് കിടപ്പാകുന്നത്. പാൽക്കണവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ എന്റെ യോഗ്യാപുരുഷ, നിങ്ങൾക്ക് എന്നെ വേണോ? എൻ വയറ്റിൽ കിടക്കുന്ന പിള്ളയെ വേണോ? എന്ത് വേണമെന്ന് വരികയാണെങ്കിലും മാറ്റാലിക്കര മറുകരയോട് എഴുന്നള്ളി വഴിയാൽ വഴി പുറപ്പെട്ടു പോകണോ? വയറ്റാട്ട് മാതാവിനെ വേഗം തന്നെ വിളിച്ചുകൊണ്ട് പോകേ മതിയായുള്ളൂ എന്നതിനെ കേൾക്കുമ്പോൾ യോഗ്യ പുരുഷൻ തിരുവടിയാണ് നല്ല വടിയെടുത്ത് കൊടിയെടുത്തല്ലോ. മാറ്റാലിക്കര മറുകരയോട് എഴുന്നള്ളി മാറ്റാലിക്കര മറുകരയിൽ വയറ്റാട്ട് മാതാവിന്റെ മുറ്റത്തല്ലേ മുല്ല മലർക്കാവോട് ചെല്ലുമ്പോൾ വയറ്റാട്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ എന്റെ മാതാവേ, നിങ്ങളെ ഒരു പെൺപിള്ള 10 മാസം കൊടുക്കുന്ന പൊരുതി എന്റെ തലയുടെ താനില്ലം തറവാട്ടിങ്കൽ അറിയിരിപ്പാണല്ലോ. വേഗം തന്നെ പോതേ മതിയായുള്ളൂ എന്നതിനെ കേൾക്കുമ്പോൾ വയറ്റാട്ട് മാതാവ് നാദകളെന്ന കിളിക്കത്തേങ്ങെടുത്ത് 4 വിലക്കളങ്ങ് അഭിനയിക്കും മടിയിൽ കൊണ്ട് തിരികെ വെച്ചു. മുറ്റത്തിരിക്കുന്ന മുണ്ടയ്യം മുക്കഞ്ചാതൻവര ദൈവങ്ങൾക്ക് തിരി കുളർത്തി കൈകൂപ്പി വന്ദനാകടിച്ചു. അവിടെ നിന്നും തനിയുടെ താനില്ലം തറവാട് നോക്കിടുന്നുള്ളി. തനിയുടെ താനില്ലം തറവാടിന്റെ ആയുധത്തോളം ചെല്ലുമ്പോൾ വയറ്റാട്ട് മാതാവ് യോഗ്യ പുരുഷനോട് പറഞ്ഞു, അല്ലയോ യോഗ്യ പുരുഷ, കാണട്ടെ വിടിഞ്ഞനാകുന്ന പിരന്മാ കുടപ്പാളയിൽ വെള്ളം
പിടിയാർ വെള്ളി കെട്ടുവാൻ മുൻമുളം കയറും കൊണ്ടുവന്നാട്ടി എന്നതിന് യോജിച്ച കാലത്ത് യോഗ്യാപുരുഷൻ തിരുവടിയാണ് നല്ല ചെന്ന കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആയതെല്ലാം കൊണ്ടുകൊടുത്ത് കാണുന്ന നേരം എണ്ണയും വെള്ളവും സമം ചേർത്തു അതൊരു പെണ്ണയായി അങ്ങനെ തിരിച്ചു കന്യാവിന്റെ കിളക്കി മുതുകത്തി എന്നിങ്ങനെ 5 സ്ഥാനങ്ങളിൽ എണ്ണയിൽ പിഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മേൽവയറ്റിലെ പിള്ളയെ ഒഴിഞ്ഞൊഴിഞ്ഞ് അടിവയറ്റിലോളം കൊണ്ട് കരകൊള്ളിച്ചു അടിവയറ്റിലെ പിള്ളയെ ഒഴിഞ്ഞൊഴിഞ്ഞ് പ്രധാനിമേൽ കൊണ്ട് കരകൊള്ളിക്കുമ്പോൾ അന്നേരത്തിങ്കൽ കന്യാവിനായിരിക്കുന്നല്ലോ പേറ്റുന്നോ പ്രസവമോ വന്നീരെടുക്കുമ്പോൾ അങ്ങനെ കന്യാവിന് ഓരദേശം കൊണ്ട് നോവേ വിളി പകരുമ്പോൾ ഒരു കിടാരം പിള്ളകൾ വന്നെങ്ങനെ വായ തുറന്നതുപോലെ തോന്നുന്നു 2 ദിവസം കൊണ്ട് നോവേ വിളി പകരുന്ന കാലത്ത് ശിവനെയും ശക്തിയെയും കൈതൊഴുതു 3 ദിവസം കൊണ്ട് നോവേ വിളി പകരുമ്പോൾ 300 കുടവളഞ്ഞ് തീണ്ടായ്മയും തോന്നുന്നല്ലോ 4 ദിവസം കൊണ്ട് നോവേ വിളി പകരുന്ന കാലത്ത് കന്യാകായിരിക്കുന്ന നാരായണ സ്വാമി നീ തരുന്ന പിള്ളകൾക്ക് കുറഞ്ഞൂറ് വരങ്ങളൊക്കെ നൽകണ എന്ന വണ്ണം പ്രാർത്ഥനയും കഴിഞ്ഞു 5 ദിവസം കൊണ്ട് നോവേ വിളി പകരുമ്പോൾ കന്യാവായിരിക്കുന്ന പിടിച്ചിരപിടിയാറള്ളിയും പൊട്ടുന്നു കൊച്ചിക്കരണം കുതി പറഞ്ഞു തണ്ടലോടെ ചുറ്റി സദാശിവനെ കൈകൊടുത്തു മാതാവിനോട് വിടയം പറഞ്ഞു അന്നേരം തിങ്കൾ കറ വിട്ടുവാടുന്ന താനില്ല തറവാട്ടിൽ ആയസോടുണ്ണി മകനെ പെറ്റു പ്രസംഗരിക്കുന്ന കാലം മകനെ പെറ്റ് പ്രസവം കഴിക്കുന്ന ഒരു കാലത്ത് ആ മകളുടെ ഇല്ലേ ഇല്ലേ എന്നുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ യോഗ്യാപുരുഷ പടയ്ക്കും കുടയ്ക്കും മഴകാകുന്ന പടയുടെ പതിനെട്ടിലും ചങ്ങാതിയും വാഴ അന്നേരത്തിങ്കൽ മകരുടെ പേര് വിളി കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു കാണുന്നല്ലോ 30 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ എണ്ണി എണ്ണി ഓരനാണ്ടി എന്ന ഇളം വയസ്സു പ്രായങ്ങളൊക്കെ വന്നിരുക്കുമ്പോൾ അന്നേരത്തിങ്കൽ ലിറ്റി എന്നവനായിരിക്കുന്നല്ലോ ഓരടി വെച്ചു കളി തുടങ്ങി അങ്ങനെ എണ്ണി 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 3 എന്നായിരം വയസ്സുകാല പ്രായത്ത് മുൻപൊല്ലും മഴ കേട്ടെന്ന് തോന്നി 4 എന്ന ഇളം വയസ്സു പ്രായങ്ങളൊക്കെ നേരിടുക്കുമ്പോൾ നാടകശാല നെടുമുറ്റത്തു നടനെ ഓടിക്കളിച്ചു അങ്ങനെ മകനായിരിക്കുന്നല്ലോ 7 എന്ന ഇളം വയസ്സുകാല പ്രായത്ത് ശ്രീയോനമ്പ മാതാവായിരിക്കുന്ന യോഗ്യാപുരുഷത്തിലൂടെ നല്ല ചില വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ നല്ല നമ്മുടെ മകനായിരിക്കുന്നല്ലോ 7 എന്ന ഇളം വയസ്സ് പ്രായങ്ങൾ വന്നിരുത്തു നമ്മുടെ മകനായിരിക്കുന്നല്ലോ പൊട്ടനായി പോകരുത് പോഷനായി പോകരുത് ആയതിനാലെ എണ്ണം വെളുത്ത് അക്ഷരാവിദ്യകളൊക്കെ പഠിച്ചു നോക്കണം എന്നതും കേൾക്കുമ്പോൾ അവരായിരിക്കുന്നല്ലോ കൂലി വാദങ്ങളൊക്കെ കഴിഞ്ഞു കരവിട്ട് വാഴുന്ന താനില്ല തറവാട്ടിൽ നിന്നും മാറ്റാനിക്കറ ബർഗർ നോക്കി എങ്ങനെ വരിക പോകുന്ന കാലം
കരവട്ട് പാടുന്നതാരില്ല അന്തരവാട്ടിൽ നിന്ന് വഴിയാൽ വഴി പോകുന്നുണ്ട്. ഓടവർഗാതം ഓടിവട്ടവർഗാതം മുണ്ടി ഇടിയാൽ കൂടെ വേറാറുകളെ കടന്ന് മകനായിരിക്കുന്നല്ലോ. എപ്പറമ്പ ഗുരുനാഥൻ അങ്കാക്കളിലോട് ഈരെടുത്ത് വഴിയാലോട് ചെല്ലുന്ന ഒരു കാലത്ത് ഗുരുനാഥനായിരിക്കുന്നല്ലോ. അങ്കാക്കളെ കൊണ്ട് നിലവിളക്ക് ദീപം കൊണ്ടൊന്ന് കൊളുത്തി വെച്ചു. ഗണപതിക്കും സരസ്വതിക്കും വെള്ളവിൽ കൊട്ടത്തേക്ക് നിവേദ്യത്തെ അനുചരിച്ചു കാണുന്ന ഒരു കാലത്ത് ഗുരുനാഥൻ വെള്ളരിയാലിരിഞ്ഞു കണ്ടു. ആദ്യം കൊണ്ട് മകന്റെ വിരലും ചൂണ്ടാണ് വിരലും കൂട്ടിപ്പിടിച്ച് ഓ ഒരു ശ്രീഗണനായ എന്നിങ്ങനെ നിരാക്ഷരങ്ങളെ കുറിച്ചു കൊടുത്ത് അങ്ങനെ എന്ന മകനായിരിക്കുന്നല്ലോ. എപ്പറമ്പത്ത് ഗുരുനാഥൻ അംഗങ്ങളിൽ കുറഞ്ഞുള്ള ഒരു എണ്ണം എടുത്തു ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുവാൻ തുടങ്ങുന്നത്. മറ്റുള്ള ശിഷ്യാപന മക്കൾ ഗുരുനാഥനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുനാഥ, ഞങ്ങൾക്കായിരിക്കും ഇതേവരേക്കും ഹരി എന്ന രണ്ടക്ഷരം പോലും എഴുതുവാൻ അറിഞ്ഞുകൂടല്ലോ. ഇപ്പോൾ അടുത്ത് വന്ന തോട്ടതിരുത്തി എന്ന മകൻ അവന് വേണ്ടുന്ന എണ്ണം എടുത്ത് വാക്യശാസ്ത്രം മൂത്ത പ്രമാണങ്ങളൊക്കെ വേണ്ടുവോളം പഠിച്ചല്ലോ എന്നതിനെ കേൾക്കുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, മക്കളെ പാലല്ല മക്കളെ, പകർന്നു തരുവാനിത് ചോറല്ല മക്കള്, ഉരുള ഉരുട്ടി തരുവാനിത് വിദ്യയാണ് എന്റെ മക്കളെ എന്നതിനെ പറഞ്ഞങ്ങ് നിലനിൽക്കുമ്പോൾ തോട്ടത്തിലിട്ടി എന്ന മകൻ പറഞ്ഞു, അല്ലയോ ഗുരുനാഥ, എനിക്കായിരിക്കുന്നത് ഇനി എന്റെ തനിയുടെ നാലില്ലം തലമാട്ടിലേക്ക് വഴിയായ വഴി പുറപ്പെട്ടു പോകണം. എന്റെ കൂട്ടുകാരി എല്ലാവരും എന്നെ വെറുത്തു പോയല്ലോ എന്നതിനാൽ പറഞ്ഞു, ഗുരുദക്ഷിണ കൊടുത്തു കുടുംബക്കാണം. ഗുരുനാഥനും കൈവിളങ്ങി മകന് വേണ്ടുന്ന ആശീർവാദനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. ഇട്ടി എന്ന മകൻ തനിയുടെ നാലില്ലം തലമാട്ടിങ്കലോട് എഴുന്നള്ളി മകനുടെ വരവ് കാണുന്ന കാലത്തിങ്കിൽ ഊണാകിൽ ഊണവതും ദൂരിക്ക് വെച്ചു. മകനായിരിക്കുന്നല്ലോ കൊടുക്കൊരു ദേവാലയങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് അന്നാമൃത ഭോജനങ്ങളൊക്കെ യുഗണിച്ചു. അങ്ങനെ നിലനിൽക്കുമ്പോൾ പേറ്റിന മാതാവ് മോനോട് ചോദിച്ചു, മോനെ നീ എന്തെല്ലാം പഠിച്ചടാം, ഏതെല്ലാം പഠിച്ചു എന്നതിനെ ചോദിച്ച കാലത്ത് തോട്ടത്തിലെത്തി മകൻ പറഞ്ഞു, അല്ലയോ എന്റെ പേറ്റിന മാതാവേ, ഞാനായിരിക്കുന്നല്ലോ കുറഞ്ഞൂറി എണ്ണം എടുത്ത് വാക്യശാസ്ത്രം മൂത്ത പ്രമാണങ്ങളൊക്കെ വേണ്ടുവോളം പഠിച്ചിറച്ചല്ലോ എന്നതിനെ കേൾക്കുമ്പോൾ മകൻ പഠിച്ചിട്ടുള്ള 7-8 മൂലപടി ഗ്രന്ഥങ്ങളൊക്കെ പൊട്ടിച്ചു പിടിച്ചു അച്ഛനെയും അമ്മയെയും വായിച്ചും പറഞ്ഞും പാടിയും കേൾപ്പിക്കുമ്പോൾ അന്നേരത്ത് വെച്ചിന മാതാവ് പറഞ്ഞു, നമ്മുടെ മോൻ പൊട്ടനായും പോഷനായും പോയിട്ടില്ലല്ലോ, അവന് വേണ്ടുന്ന എണ്ണം എടുത്തുകളൊക്കെ അവൻ വേണ്ടുവോളം പഠിച്ചുറച്ചല്ലേ എന്നതിനെ കേൾക്കുമ്പോൾ തോട്ടത്തിലെത്തി എന്നവർ പറഞ്ഞു, മാതാവിനിക്ക് എണ്ണം എടുത്ത് അക്ഷരവിദ്യ മാത്രം പഠിച്ചാലും പോരാ, നമ്മളുടെ തറമാട്ടികൾ മാറ്റാൻ ഒടുക്കട്ട് സമ്പന്നമായ ഉച്ചാരണം മാട്ടുമാരണങ്ങളൊക്കെ ഭവിച്ചു എന്നവരെയാണെങ്കിൽ ആരും തച്ചൊഴിവാക്കുവാനും മടവരി മന്ത്രവാദം പഠിക്കണം. മന്ത്രവാദം എന്ന് കേൾക്കുമ്പോൾ പെറ്റിന മാതാവ് പറഞ്ഞു, മോനെ മന്ത്രവാദം നമ്മൾ കൊട്ടും മടകുചിതവുമല്ല, നമ്മുടെ തറവാട്ടിൽ മന്ത്രവാദം പഠിച്ചവരാരും തന്നെയില്ലട മകനേ എന്നതിനെ കേൾക്കുമ്പോൾ മതം പറഞ്ഞു, ഞാൻ മന്ത്രവാദം പഠിക്കാതെ നമ്മളുടെ തറവാട്ടിക്കൽ അരങ്ങിരിക്കുന്ന മകൻ ഞാനല്ല എന്നതിനെ കേൾക്കുമ്പോൾ പേറ്റിന മാതാവ് എന്നാൽ നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്നതിനാണ് പറഞ്ഞു തിരിച്ചിട്ട് മാണ്ടാനങ്ങളൊക്കെ ചുമർഭാരങ്ങൾ വെച്ചു. മകനായിരിക്കുന്നല്ലോ കുറുമാലിക്കാവിലമ്മ ഭഗവതിയെ തൊടുത്ത് ബന്ധനാകടി തൃശുവപ്പേരൂർ കടന്നു പോയി. പട്ടിക്കാട് മാലക്കാട് മാണവഞ്ചേരി ദേശങ്ങളൊക്കെ മുരുകനെ ഓടി മണ്ടിൽ കടന്നു. പാലൂർ മഠത്തിലോടരിച്ച് കടന്നു ചെന്ന് പാലൂർ മഠത്തിലെ സ്വാമിയാരോട് കൂടി കുറഞ്ഞോരു മഠപതി മന്ത്രവാദങ്ങളൊക്കെ പഠിച്ചുറയ്ക്കുന്ന കാലം. മന്ത്രവാദങ്ങളൊക്കെ പഠിച്ചുറച്ചു സ്വാമിയാർക്ക് പട്ടുമ്പോൾ സമ്മാനങ്ങളും കൊടുത്ത് സ്വാമിയാരോട് അണിയുടെ യാത്രയും കൈവഴങ്ങി വഴിയാൽ വഴി പോകുന്നത് അവനായിരിക്കുന്നല്ലോ. പൊങ്ങാട്ടങ്ങ പൂവൻ നോക്കി വഴിയാൽ വഴിയെല്ലാം നോക്കി തമ്പുരാനെ കണ്ട് തമ്പുരാനോടും പറഞ്ഞല്ലോ, തമ്പുരാനെ
എനിക്കായിരിക്കുന്നല്ലോ അച്ഛന്റെ വക വീരഭദ്രസ്വാമി എന്ന് സേവനം നിറയ്ക്കണം എന്നതിനെ ചെയ്യുന്നു. ഒരു കാലത്ത് മൂപ്പിൽ തമ്പുരാനായിരിക്കുന്നു വീരഭദ്രസ്വാമിയുടെ മാലാമന്ത്രങ്ങൾ സേവാമന്ത്രങ്ങളൊക്കെ ചൊല്ലിയും പാടിയും പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്ത് അരിയുമ്പോവാല വാൽക്കണയാൽ ഒഴിഞ്ഞ് മകളുടെ വലങ്കൈനാൽ കൊടുക്കുന്ന ഒരു കാലത്ത് വീരഭദ്രസ്വാമിയും സേവാർത്ഥ പരിപാടി ഇതീവരായിരിക്കുന്നല്ലോ. ഇവിടെ നിന്നും കല്ലടിഞ്ഞവടമോ കല്ലടിക്കോട് നോക്കി വഴിയാണ് വഴി പോകുന്നത്. കാളിമാതാവിന്റെ അയൽപോല എന്ന പടകൊട്ടോടിയിടുന്നുള്ളുമ്പോൾ മകനായിരിക്കുന്ന ഒറ്റമുലച്ചിനീര് കാളിമാതാവേ മാതാവേ എന്നിങ്ങനെ 4 3 7 വിളിക്കുമ്പോൾ മാതാവകത്തില്ല മകശാലയിൽ വിളിയും കേട്ട് പുറത്ത് പുറശാലിൽ വന്ന് നോക്കുമ്പോൾ തോട്ടത്തിലെത്തി എന്ന മകനെ കണ്ടറിഞ്ഞ മകനോട് ചോദിച്ചു, മോനെ നീ എങ്ങനെ അറിയവിടേക്ക് കൈവഴി പോകുന്നു, എവിടേക്ക് വന്നുള്ള കാര്യം ഞാനെന്ന് കേൾക്കട്ടെ. അല്ലയോ എന്റെ മാതാവ്, എനിക്ക് ഇവിടെ 21,000 സേവാന്തരങ്ങളുടെ സേവ പരിപാടി എന്റെ തറവാട്ടികൾ കൊണ്ട് എനിക്കൊന്ന് കൂടി വെക്കണമല്ലോ എന്നതിനെ കേൾക്കുന്ന കാലത്ത് മകനോട് കൈ പിടിച്ച് 441 ശുദ്ധപദനങ്ങൾ കൊണ്ടറിയിലെത്തുമ്പോൾ 41-ാം ദിവസം ഒറ്റാമലച്ചൊരുവല്ലി കാളിമാതാവ് പന്തളച്ചാലിന്റെ അക്കരെ ഇക്കരുതും പഞ്ചൂശിനെല്ലാം മുറിച്ചു വെച്ചു. ഇട്ടിപടിതരെ പണങ്ങളൊക്കെ വെക്കുന്നവരുടെ ചാരായം 1000 കൊണ്ട് നിരത്തി വെച്ച് 21,000 സേവാന്തരങ്ങളുടെ സേവ മന്ത്രങ്ങളൊക്കെ ഉരുകടിക്കുന്നു. 1000 ഛന്ദസ് പിടിപ്പിക്കുന്നല്ലോ. മന്ത്രം പിടിപ്പിക്കുന്ന മൂലമന്ത്രം മാലാമന്ത്രം മഘോണം വെട്ടുപാനിയന്ത്രം എഴുതുവാനും ദൈവം 4 കടലപ്പിലുണ്ട്. ബ്രഹ്മൻ വെട്ടേക്കിറങ്ങിയ വെട്ടേക്കരിമകന് അറയിൽ ഭഗവതി കുലയിൽ കുലയാണ്ട പൊന്നു പല ദൈവങ്ങളുടെ സേവമന്ത്രതന്ത്രവാദങ്ങളൊക്കെ പിടിപ്പിക്കുന്നു. നൂല് കെട്ടുവാനും ഭസ്മം ജപിച്ചെറിയുവാനും തുള്ളരുതാത്ത മൂട്ടും തുല്യപ്പാനും ആടരുതാത്ത മൂത്തുള്ളിയാടിപ്പാനും വഴിയാത്ത പ്രേതപാതകൾ വെള്ളിച്ചെഞ്ചുരുൾ പോലുകൊണ്ട് തല്ലിയൊഴിവാക്കുവാനുള്ള അഘോരമന്ത്രങ്ങളൊക്കെ പഠിച്ചു വെച്ചു. തോട്ടത്തിലിട്ടി എന്ന മകൻ നട്ടൊരുകല പെട്ടറുകല രക്തചാമുണ്ടിരുതാഹമോഹിനി എന്നിങ്ങനെയുള്ള ഭൂതഭേദവിശാശുക്കളെ പന്തം കൊണ്ടൊഴിവാക്കുവാനുള്ള കുറഞ്ഞൂരഘോര മന്ത്രങ്ങളൊക്കെ പഠിച്ചുറച്ചു. കാലങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഞാൻ എന്റെ തനിയുടെ താനില്ല, തറവാട് നോക്കി വഴിയാലെ വഴി പോകട്ടെ. അച്ഛനെയും അമ്മയും കാണാനിട്ട് ഇളവയിലത്ത് തന്നെ ദുരായിരിക്കും മണ്ണ തോന്നുന്നുണ്ട് എന്നതിനാൽ പറഞ്ഞ് മാതാവിന്റെ തിരുപാദങ്ങളൊക്കെ തൊട്ട് വന്നിച്ചു. മകനായിരിക്കുന്നല്ല വേഗം തന്നെ കല്ലെറിഞ്ഞവിടെ കല്ലെടുക്കോടുന്നത് അവനായിരിക്കുന്നല്ലോ. തനിയെഴുതാനില്ല തറവാട് നോക്കി വഴി പോരുന്ന കാലത്തെങ്കിലപ്പോൾ
വീരത്തി
പോലെ